Hi students, welcome back to Phoenix Group of Education. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫിനിക്സിലെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് മെഗാ ടെസ്റ്റ് എക്സാം നടന്നിരുന്നു. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും എല്ലാവർക്കുമായിട്ട് മെഗാ ടെസ്റ്റ് നടന്നിരുന്നു. എല്ലാ ഫിനിക്സിയൻസിനും അറിയാം, മെഗാ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും അറിയാം. സോ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് +1 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. മെഗാ ടെസ്റ്റിൽ 30 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ +1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്റർ, ദെൻ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, പിന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സാധാരണ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അധികം ഡിഫിക്കൽട്ടി ഒന്നുമില്ല, എല്ലാവർക്കും നല്ലപോലെ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എല്ലാവർക്കും ചില ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെഷനിലോട് കൂടി ഇതിലെ ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസും ഉണ്ട്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഓപ്ഷൻ എ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. നേച്ചറിൽ കാണപ്പെടുന്ന ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഡസ് നോട്ട് ഹാവ് ദ സെയിം ഡയമെൻഷൻസ്? അതായത് കുറച്ച് പെയറുകൾ തന്നിട്ടുണ്ട്, ഓപ്ഷനായിട്ട് 4 ഓപ്ഷനിൽ പെയറുകൾ തന്നിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പെയറുകളാണ്. ഫസ്റ്റ് ഓപ്ഷൻ എ ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം, ദെൻ വർക്ക് ആൻഡ് എനർജി, ദെൻ വർക്ക് ആൻഡ് ടോർക്ക്, ഓപ്ഷൻ ഡി എനർജി ആൻഡ് മൊമെൻറ്റം. ഈ പെയേഴ്സിൽ സെയിം ഡയമെൻഷൻ ഇല്ലാത്തത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യന്. സോ നമുക്കറിയാം ഫസ്റ്റത്തത് ഓപ്ഷൻ എ ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. സോ 2 പേർക്കും സെയിം ഡയമെൻഷൻ ആണ്. ദെൻ വർക്ക് ആൻഡ് എനർജി, നമുക്കറിയാം വർക്കിനും എനർജിയുടെയും ഡയമെൻഷൻ ഫോർമുല ml² T⁻² ആണ്. സോ അതിനും സെയിം ആണ്. ദെൻ വർക്ക് ആൻഡ് ടോർക്ക്, അതിനും ml² T⁻² തന്നെയാണ്. ദെൻ ഓപ്ഷൻ ഡി ഈസ് എനർജി ആൻഡ് മൊമെൻറ്റം. അതൊരിക്കലും സെയിം ഡയമെൻഷൻ അല്ല, കാരണം എനർജി ml² T⁻², മൊമെൻറ്റം ml T⁻⁻1 ആണ്. സോ ദ സെയിം ഡയമെൻഷൻ അല്ലാതെ വരുന്നത് ഓപ്ഷൻ ഡി. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് എ ആൻഡ് ബി ആർ 2 ഒബ്ജെക്ട്സ് വിത്ത് മാസസ് 10 കിലോഗ്രാം ആൻഡ് 30 കിലോഗ്രാം റെസ്പെക്റ്റീവ്ലി. 2 ബോഡികളുണ്ട്, എയും ബിയും. ആദ്യത്തെ ബോഡിയുടെ മാസ്, എ എന്ന് പറയുന്ന ബോഡിയുടെ മാസ് 10 കിലോഗ്രാം, ബി എന്ന് പറയുന്ന ബോഡിയുടെ മാസ് 30 കിലോഗ്രാം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഓപ്ഷൻ എ ഹാസ് മോർ ഇനേർഷ്യ ദാൻ ബി. ഓപ്ഷൻ ബി ഹാസ് മോർ ഇനേർഷ്യ ദാൻ എ. ഓപ്ഷൻ സി എ ആൻഡ് ബി ഹാവ് ദ സെയിം ഇനേർഷ്യ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ 2 ഹാവ് ഇനേർഷ്യ. ഇത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, മാസ് ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും ഇനേർഷ്യ കൂടുതൽ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ? എക്ക് 10 കിലോഗ്രാം ഉണ്ട്, ബിക്ക് 30 കിലോഗ്രാം ഉണ്ട്. മാസ് കൂടുതൽ ബിക്കാണ്. സോ ബി ഹാസ് മോർ ഇനേർഷ്യ ദാൻ എ. ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇത് 3 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്ത പാർട്ടിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ 4 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന്
2 മാർക്ക് വീതമാണ്, 2 മാർക്ക് വീതമാണുള്ളത്. ഓക്കെ, അതിൽ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് വി ഈസ് ദ സ്പീഡ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ, ദെൻ ഷോ ദാറ്റ് യൂസിങ് ഡയമെൻഷണൽ മെത്തേഡ് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അതായത് വെലോസിറ്റി വി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ ആക്സലറേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണെന്ന് നമ്മൾ ഡയമെൻഷനലി നമ്മൾ തെളിയിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം അല്ലേ, നമുക്കറിയാം ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ടി റേസ് ടു -2 ആണ്. വെലോസിറ്റിയുടെ എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ ഡിവൈഡർ ബൈ റേഡിയസ് ഒരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിവൈഡർ ബൈ എൽ. അപ്പോൾ മുകളിലെ എൽ സ്ക്വയറിലെ ഒരു എല്ലും താഴത്തെ എല്ലും കട്ട് ചെയ്തിട്ട് എൽ ടി റേസ് ടു -2 എന്ന് വരും. സോ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എൽ ടി റേസ് ടു -2, വി സ്ക്വയർ ബൈ ആറിൻ്റെ ഡയമെൻഷൻ ഫോർമുല എൽ ടി റേസ് ടു -2. സോ രണ്ടും കറക്റ്റാണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയാം. സോ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 കോളുണ്ട്. ഫസ്റ്റത്തെ കോളത്തിൽ വരുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സർക്കുലർ മോഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. കോളം ബിയിൽ വരുന്നത് റോക്കറ്റ്, ഇമ്പൾസ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ നമുക്കറിയാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അപ്പുറത്തെ കോളത്തിൽ റോക്കറ്റ് ഉണ്ട്, ഇമ്പൾസ് ഉണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, ഇനേർഷ്യ ഉണ്ട്. നമുക്കറിയാം ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്. കാരണം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനേർഷ്യയെ കുറിച്ച് പറയുന്നതാണ്. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇനേർഷ്യ. ഇതിനടുത്തത് സർക്കുലർ മോഷൻ. അപ്പുറത്തെ കോളത്തിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. നമുക്കറിയാം എവിടെ സർക്കുലർ മോഷൻ ഉണ്ടോ അവിടെയൊക്കെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. സോ സർക്കുലർ മോഷൻ്റെ കറക്റ്റായിട്ട് അപ്പുറത്ത് വരുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോൻ്റെ അപ്പുറത്ത് കറക്റ്റായിട്ട് വരുന്നത് റോക്കറ്റ് ആണ്. കാരണം റോക്കറ്റ് പ്രൊപ്പൾഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. കാരണം എന്താ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ന്യൂട്ടൺസ് തേർഡ് ലോ കറക്റ്റ് വരുന്നത് റോക്കറ്റ്. ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. സോ അപ്പുറത്തെ കോളത്തിൽ ഇമ്പൾസ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വേർ വി ആൻഡ് യു ആർ വെലോസിറ്റീസ്, എ ആക്സലറേഷൻ ആൻഡ് ടി ഇസ് ദ ടൈം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷൻ, ടി ടൈം. അപ്പോൾ ഇത് ഡയമെൻഷനലി അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഏതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1, യു ഇനീഷ്യൽ വെലോസിറ്റി എൽ ടി റേസ് ടു -1 പ്ലസ് എ ടി ആക്സലറേഷൻ ഇത് എൽ ടി റേസ് ടു -2 ആൻഡ് ടൈമിൻ്റെത് ടി. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ ടി റേസ് ടു -1 എന്ന് കിട്ടും. സോ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1. അങ്ങനെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. സോ അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇതാണ്: കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഇൻ സർഫസ് ഏരിയ ഓഫ് സ്പിയർ. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എറർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന ക്വസ്റ്റ്യൻ ആണ്. ഏരിയൻ്റെ ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്. സ്പിയറിൻ്റെ ഏരിയ 4πr². സോ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു 4πr² ആണെങ്കിൽ ഇതിൽ റേഡിയസിൻ്റെ എറർ എത്രയാണെന്നൊന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ആക്സലറേഷൻ 4πr² ആണെങ്കിൽ നമുക്കറിയാം ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? r² ആണ്. സോ അതിൻ്റെ റിലേറ്റീവ് എറർ എടുക്കുമ്പോൾ ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × ഡെൽറ്റ ആർ ബൈ ആർ ആയിരിക്കും. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റേജ് എറർ ആണ്. സോ ഡെൽറ്റ എ ബൈ എ × 100 ഈസ് ഈക്വൽ ടു 2 × ഡെൽറ്റ ആർ ബൈ ആർ × 100.
അതാണ് ആൻസർ. ആ 2 എങ്ങനെ വന്നെന്ന് പഠിച്ചിട്ടുണ്ടാവും. സ്ക്വയർ വരുന്ന സമയത്ത് നമ്മുടെ എറർ കാണുമ്പോൾ ആ 2 മുന്നോട്ട് വരും. സോ 2 × Δr/r × 100. വേറെ വാല്യൂസ് ഒന്നും തരാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. അല്ല റേഡിയസിൻ്റെ എറർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പുട്ട് ചെയ്യണം. സോ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഫ്രിക്ഷൻ എന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രിക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് നെസസറി എവിൾ വൈ? ഫ്രിക്ഷനെ നമ്മൾ നെസസറി എവിൾ എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ? നമ്മൾ ഫ്ലോറിലൂടെ നടക്കണമെങ്കിൽ അവിടെ ഫ്രിക്ഷൻ വേണം. ഒരു ഫ്ലോറിൽ നമ്മളിങ്ങനെ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ ഒബ്ജക്റ്റുകൾ ഹോൾഡ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ വേണം. ഓക്കെ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവണം. ഓക്കെ, ഒരു ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിലൂടെ നമുക്ക് നടക്കാനൊന്നും പറ്റൂല. ഓക്കെ, സോ ഫ്രിക്ഷൻ കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷനെ കൊണ്ട് ഡീമെറിറ്റ്സും ഉണ്ട് അല്ലേ? നമുക്കറിയാം ഈ രണ്ട് ബോഡി പാർട്ടുകളൊക്കെ പരസ്പരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ടിയർ ആൻഡ് വിയറിംഗ് ഒക്കെ തേയ്മാനമൊക്കെ സംഭവിക്കും. നമ്മുടെ ടയറൊക്കെ കണ്ടിന്യൂസ് ആയി റോഡിലൂടെ ഇങ്ങനെ കോണ്ടാക്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അതിന് തേയ്മാനം സംഭവിക്കും, ടിയർ ആൻഡ് വിയർ ഉണ്ടാവും. അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയി കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഹീറ്റ് എനർജിയുടെ ലോസ് ഉണ്ടാവും അല്ലേ? രണ്ട് മെഷീനുകളുടെ ഇടയിലൊക്കെ രണ്ട് മൂവിങ് പാർട്സുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഫ്രിക്ഷന് കാരണം അവിടെ എനർജി ലോസ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സോ അത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. സോ ബേസിക്കലി ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഈസ് എ നെസസറി എവിൾ. സോ 8th ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു പ്രോബ്ലം ആണ്. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.020 kilogram ഈസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 kilogram. ഇഫ് ദ സ്പീഡ് ഓഫ് ബുള്ളറ്റ് ഈസ് 80 meter per second, what is the recoil speed of the gun? നമുക്കറിയാം റീകോയിൽ സ്പീഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗണ്ണെടുത്തുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് അല്ലെ ബുള്ളറ്റ് മുന്നോട്ട് പോകും, ഗണ്ണ് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരും അല്ലെ? ആക്ഷനും റിയാക്ഷൻ കാരണം ബാക്കിലോട്ട് എന്ത് വരും? ഈ ഗണ്ണ് വരും. ഈ ഗണ്ണിൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് റീകോയിൽ. ആൻഡ് ആ വെലോസിറ്റി അല്ലെങ്കിൽ ആ സ്പീഡാണ് റീകോയിൽ സ്പീഡ്. ആ റീകോയിൽ സ്പീഡ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രകാരം നമ്മൾ അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വി റീകോയിൽ ഈസ് ഈക്വൽ ടു -mv ഡിവൈഡർ ബൈ ക്യാപിറ്റൽ എം. മുകളിലുള്ള എമ്മും വിയും ബുള്ളറ്റിൻ്റെ മാസും ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും ഡിവൈഡർ ബൈ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ആ ഗണ്ണിൻ്റെ മാസ്. ഓക്കെ, അതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ മാസ് 0.020 തന്നിട്ടുണ്ട്. അതുപോലെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 80 meter per second തന്നിട്ടുണ്ട്. ഗണ്ണിൻ്റെ മാസ് 100 kilogram തന്നിട്ടുണ്ട്. എല്ലാം SI യൂണിറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആൻസർ -0.016 meter per second എന്ന് കിട്ടും. ഓക്കെ, സോ നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് എന്തിനെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, ബുള്ളറ്റ് മുന്നോട്ടും ഗണ്ണ് ബാക്ക്വേർഡും ആണ്. സോ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ്. സോ എന്തായാലും ആൻസർ -0.016 meter per second. സോ 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 10th ക്വസ്റ്റ്യനിലെ ആദ്യത്തെ പാർട്ട് എ പാർട്ട് ഇതാണ്. വിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ? ഏത് ഫ്രിക്ഷനെയാണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഈ ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ അത് നമ്മൾ ഏത് ഫ്രിക്ഷനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കാറുള്ളത്? സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ്. സോ അതൊരിക്കലും മറക്കരുത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ. ദെൻ 10th ക്വസ്റ്റ്യനിലെ ബി എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫ്രിക്ഷൻ്റെ ഭാഗത്ത് 2 ലോകൾ പഠിച്ചിരുന്നു, ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്രധാനമായിട്ടും 2 പോയിൻ്റാണ് ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റി ഓഫ് മോഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയേക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ FK ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ N. FK ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വരും μK × N. ആ μK
കെ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ ഇക്വേഷൻ കൂടി എഴുതി വെച്ചാൽ പൂർണ്ണമായി. സോ ഈ 2 പോയിന്റ് എഴുതിയേക്കുക, ഇക്വേഷൻ എഴുതിയേക്കുക. സോ അതോടുകൂടി 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ഇനി വരാൻ പോകുന്ന 3 ക്വസ്റ്റ്യൻസ്, അതായത് 3 ക്വസ്റ്റ്യൻ അല്ല, 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതമാണുള്ളത്. സോ പ്രോബ്ലംസ് ഉണ്ട്, ഡെറിവേഷനൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു സെഷനിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11th ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. യെസ് അല്ലേ, ന്യൂട്ടൻ്റെ ലോ പ്രകാരം നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ആണ്. ഏത് ലോ ആണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അത് നമുക്കറിയാം. എന്നാൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ പറയുന്നത് നെയിം ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു മെഷർ ഫോഴ്സ്. അതിനെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഫോഴ്സിനെ കുറിച്ച് ഇക്വേഷൻ തന്നതും ഫോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് അല്ലേ. ആ ലോ ആണ് നമ്മൾ പറയുന്നത് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണെന്ന് പറഞ്ഞു തന്നല്ലോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദെൻ അതിൽ തന്നെ ബി പാർട്ട് ഉണ്ട്. യൂസിങ് ദ എബവ് ലോ ഡെഡ്യൂസ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് കണ്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടെത്തണം. ഇത് സാധാരണ പബ്ലിക് എക്സാമിന്, ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. സോ ഇത് നിങ്ങൾ ഈ ഡെറിവേഷൻ എന്തായാലും പഠിക്കണം. സിമ്പിൾ ഡെറിവേഷൻ ആണ്. ജസ്റ്റ് സ്ക്രീനിലുണ്ട് ഈ ഡെറിവേഷൻ അല്ലേ. സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്താം? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. പിക്ക് പകരം നമുക്ക് എം വി എന്ന് കൊടുക്കാം അല്ലേ. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ പിക്ക് പകരം എം വി എന്ന് കൊടുക്കാം. നമുക്കറിയാം മാസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, മാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ മാസിനെ നമുക്ക് ഡീൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കൊടുക്കാം? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ആക്സലറേഷൻ. സോ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എം എ എന്ന് കിട്ടും. ദെൻ ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. അതാണ് എഫ് ഈക്വൽ ടു കെ എം എ എന്ന് വന്നത്. ആ കെൻ്റെ വാല്യൂ 1. സോ നമുക്ക് അവസാനം എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു എം എ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോഴ്സ് ഇൻഡിക്കേഷൻ. എഫ് ഈക്വൽ ടു എം എ, എഫ് ഈക്വൽ ടു എം എ. സോ അതിൻ്റെ ഡെറിവേഷൻ ആണ് ഇത്, സിമ്പിൾ ഡെറിവേഷൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ആനുവൽ എക്സാമിനും ചോദിക്കാറുണ്ട്. സോ ഇത് നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യനിലെ 3 പാർട്ടുള്ളത് എ ബി സി. സബ് ക്വസ്റ്റ്യൻ എ നമുക്ക് നോക്കാം. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ മൂൺ. മൂണിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാരലാക്സ് മെത്തേഡാണ്. അതെല്ലാവർക്കും അറിയാം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഓർത്ത് വെക്കുക. മൂണിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പാരലാക്സ് മെത്തേഡ്. ഓക്കെ, ദെൻ ബി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.0610? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ് 0.0610. ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. നമുക്കറിയാം ഇങ്ങനെ വരുന്ന സമയത്ത് 0.0610 വരുന്ന സമയത്ത് അതിലെ ആദ്യത്തെ പോയിന്റിന് മുന്നേ ഉള്ള 0യും പോയിന്റിന് ശേഷം വരുന്ന 0യും സിഗ്നിഫിക്കൻ്റ് അല്ല. ബാക്കി വരുന്ന 6ഉം 1ഉം ടെർമിനലിൽ വരുന്ന 0യും 610 മാത്രമേ സിഗ്നിഫിക്കൻ്റായി വരുള്ളൂ. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.010 എന്ന് പറയുന്നത് 3 ആണ്. 3. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒരിക്കലും തെറ്റിക്കരുത്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, റെഡി. ദെൻ സി പാർട്ട്. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻസ്. 2 ഡയമെൻഷൻ ഫോർമുല തന്നിട്ടുണ്ട്. ആ ഡയമെൻഷൻ ഫോർമുല ആരുടെ ഡയമെൻഷൻ ഫോർമുലയാണ്? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുലയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഇതാണ് mL(T⁻⁻1). mL(T⁻⁻1) നമുക്കറിയാം മാസിൻ്റെ വെലോസിറ്റി ഏതാണ്? മൊമെൻറ്റം. സോ ലീനിയർ മൊമെൻറ്റത്തിന് നമുക്ക് mL(T⁻⁻1) എന്ന് പറയാം. അതുപോലെ തന്നെ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. അതുകൊണ്ട് mL(T⁻⁻1) ആരുടെ ഡയമെൻഷൻ ഫോർമുലയാണ്? മൊമെൻറ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പൾസ്. ഓക്കെ, റെഡി. ദെൻ
ദെൻ അതിൽ തന്നെ രണ്ടാമത്തത് ml²t⁻². ml²t⁻². ml²t⁻² വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഒക്കെ ഡയമെൻഷൻ ഫോർമുലയാണ്. സോ ml²t⁻², എനർജി, വർക്ക്, ടോർക്ക് എന്തുമാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, സോ 12th question ready. Then 13th question. A passenger of mass 30 kg is standing in a lift which is moving vertically downward with an acceleration of 1.8 meter per second square. Part A ലെ ക്വസ്റ്റ്യൻ എന്താണ്? Will the passenger experience decrease or an increase in his weight? Explain. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ എഫക്ട് ഇഫ് ദ കേബിൾ ഈസ് കട്ട് ആൻഡ് ദ ലിഫ്റ്റ് ഫാൾസ് ഫ്രീലി. ഓക്കെ, സോ എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരാളുടെ വെയിറ്റ് 30 കിലോഗ്രാം, ഒരു പാസഞ്ചർ വെയിറ്റ് 30 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിഫ്റ്റിൽ നിൽക്കുകയാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ് ചെയ്യുകയാണ് വിത്ത് ആൻ ആക്സലറേഷൻ 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത് ഇയാളെ വെയിറ്റ് കുറയാണോ ചെയ്യുക കൂടുകയാണോ ചെയ്യുക. നമുക്കറിയാം ലിഫ്റ്റിൽ കയറിയിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് വെയിറ്റ് കുറയാണ്, അതിൽ ഡൗട്ടില്ല. ഓക്കെ, മുകളിലോട്ട് പോകുന്ന സമയത്ത് വെയിറ്റ് കൂടുകയാണ്. നമ്മൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിച്ച കാര്യമാണ് അല്ലേ. നമ്മൾ ലിഫ്റ്റിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റ് തന്നെയാണ്. നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് മാറിയതായി അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും, അതാണ് അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മുകളിലോട്ട് പോകുമ്പോൾ വെയിറ്റ് കൂടിയതുപോലെ തോന്നും. ഓക്കെ, അതാണ് അപ്പാരൻറ്റ് വെയിറ്റ്. സോ ഇവിടെ താഴോട്ടാണ് പോയിട്ടുള്ളത്, സോ വെയിറ്റ് കുറയും. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് എന്താ? mg അല്ലേ, മാസ് ഇൻറ്റു ജി. എം എത്രയും 30, ജി നമുക്കറിയാം 9.81. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതുപോലെ തന്നെ ലിഫ്റ്റിൽ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അപ്പാരൻറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം m ഇൻറ്റു ജി മൈനസ് എ ആണ്. മുകളിലോട്ട് പോകുമ്പോൾ m ഇൻറ്റു ജി പ്ലസ് എ. സോ ഇവിടെ m ഇൻറ്റു ജി മൈനസ് എ ചെയ്യുക, അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത mgയിലേറെ കുറവാണ് എന്ന് കാണിച്ചാൽ മതി. സോ അതിൻ്റെ എക്സ്പ്ലനേഷനായി. സോ ഒരിക്കലും മറക്കരുത്, വെറുതെ നിൽക്കുമ്പോൾ mg, മുകളിലോട്ട് പോകുമ്പോൾ മുകളിലോട്ട് വിത്ത് ആൻ ആക്സലറേഷൻ എയിൽ പോകുമ്പോൾ m ഇൻറ്റു ജി പ്ലസ് എ, താഴോട്ട് പോകുമ്പോൾ m ഇൻറ്റു ജി മൈനസ് എ. ഇതൊക്കെ എങ്ങനെയാണ് ഇക്വേഷനൊക്കെ വന്നത് എന്ന് ക്ലാസ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നിരുന്നു. സോ അത് ശ്രദ്ധിക്കുക. ദെൻ അതിൽ തന്നെ ബി പാർട്ട് ഇതാണ്. വാട്ട് വിൽ ബി ദ എഫക്ട് ഇഫ് ദ കേബിൾ ഈസ് കട്ട് ആൻഡ് ദ ലിഫ്റ്റ് ഫാൾസ് ഫ്രീലി. അതായത് ലിഫ്റ്റിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് ഒരാൾ ലിഫ്റ്റിൽ കയറി നിൽക്കുകയാണ്. ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ മുകളിലെ ലിഫ്റ്റിൻ്റെ കേബിൾ കട്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലിഫ്റ്റ് ഫ്രീ ഫാളിലാവും. സോ അപ്പോൾ അതിന് എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിഫ്റ്റ് ഫാൾസ് ഫ്രീലി, വാട്ട് വിൽ ബി ദ എഫക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ സംഭവിക്കുക? ലിഫ്റ്റ് ഫ്രീ ആയിട്ട് വീഴുന്ന സമയത്ത്, ഫ്രീ ഫാളിലാവുന്ന സമയത്ത് വെയിറ്റ് ലെസ്നെസ്, അതായത് വെയിറ്റ് ഒന്നും ആക്ട് ചെയ്യൂല, വെയിറ്റ് ലെസ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, വെയിറ്റ് ലെസ്നെസ് ആ ടേമാണ് അവിടെ വേണ്ടത്. സോ 13th ക്വസ്റ്റ്യനും ഓക്കെ ആയി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ബ്രാക്കറ്റിൽ L ഓഫ് പെൻഡുലം, ലെങ്ത് ഓഫ് പെൻഡുലം, മാസ് ഓഫ് ബോബ് m ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g at the place. Deduce an expression for time period of a simple pendulum using dimension analysis. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ടേക്ക് കോൺസ്റ്റന്റ് ആസ് 2π. സോ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്ന ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങളുടെ നോട്ടിലും അതുപോലെ ഉണ്ടാവും. നിങ്ങളിതെന്തായാലും പഠിക്കണം, ഇത്തരം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പഠിക്കണം. അതായത് ഡയമെൻഷൻ ഫോർമുലയുടെ 3 അപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം, കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ്റെ ഒരു ഇക്വേഷൻ തന്നാൽ അത് ഡയമെൻഷനലി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ അത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ വരുന്ന വേറൊരു അപ്ലിക്കേഷനാണ് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുക. ആ ഒരു അപ്ലിക്കേഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ടൈം പീരീഡ് ടി എന്ന് പറയുന്ന ടൈം പീരീഡ്. ഇതിൽ ലെങ്ത് തന്നിക്കണ്, മാസ് തന്നിക്കണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടാക്കണം. കോൺസ്റ്റൻറ്റ് 2π ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ഈ മെത്തേഡ് പ്രകാരം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവസാനം കിട്ടും, എന്ത് കിട്ടും? 2π √L/g എന്ന് കിട്ടും. സോ
ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 എ പാർട്ട് ഇതാണ്. എ പാർട്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ടൈം, ഡിസ്റ്റൻസ്, ഇയർ, ലുമിനസ് ഇൻറ്റൻസിറ്റി. ലൈറ്റ് ഇയർ ആരുടെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചത്. ലൈറ്റ് ഇയർ എന്ന് കാണുമ്പോൾ താഴത്തെ ഓപ്ഷനിൽ ഇയർ എന്നുണ്ട്, ഓടിപ്പോയിട്ട് ഇയറിൽ ടിക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഇയർ മാർക്ക് ചെയ്യരുത്, ഇയർ എഴുതി വെക്കരുത്. കാരണം ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, മാറിപ്പോരുത്. ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഓക്കെ, ദെൻ ബി പാർട്ട്. A physical quantity is given by h is equal to f v square divided by L. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? F is the force, v is the velocity and L is the angular momentum. Okay, then find the dimensions of h. എച്ച് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, എഫ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, എഫ് ഫോഴ്സ് ആണ്, എൽ ആംഗുലാർ മൊമെൻറ്റവുമാണ്. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഡയമെൻഷൻ ഫോർമുലയെ ചോദിച്ചിട്ടുള്ളത്. സിമ്പിളാണ്, ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം എന്താണ്? എം എൽ ടി റേസ് ടു -2. വെലോസിറ്റിൻ്റെ എന്താണ്? വെലോസിൻ്റെ എൽ ടി റേസ് ടു -2. അതിൻ്റെ സ്ക്വയർ എടുക്കണം, കാരണം വി സ്ക്വയറിൻ്റെ ഡിവൈഡഡ് ബൈ എൽ. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൂവ്മെൻ്റ് ആണ്. ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ ആംഗുലാർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ലീനിയർ മൂവ്മെൻറ്റം ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ലീനിയർ മൂവ്മെൻറ്റത്തിന് എന്തായിരുന്നു? എം എൽ ടി റേസ് ടു -1 ഇൻറ്റു എൽ എന്ന് വരുന്ന സമയത്ത് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 വരും. സോ അത് പുട്ട് ചെയ്യുക, കട്ട് ചെയ്യേണ്ടടുത്തൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എച്ചിൻ്റെ ഡയമെൻഷൻ കിട്ടും. സോ എന്തായാലും ഇക്വേഷൻ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16 പോവാം. അത് അടുത്ത പാർട്ടിൽ വരുന്നതാണ്, അടുത്ത സെക്ഷനിൽ വരുന്നതാണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16, അതുപോലെ 17, അതുപോലെ 18. ഈ 3 ക്വസ്റ്റ്യൻസ് 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിനും. ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതായത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെന്റ് വിത്ത് എ കോമൺ ബാലൻസ് the mass of ring is found to be 2.52 gram, 2.53 gram, 2.51 gram, 2.49 gram and 2.54 gram in successive measurement. Calculate A, the mean value, B, absolute error in each measurement, C, value, mean absolute error, D, relative error, ഈ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എറർ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എങ്കിലേ ഇതൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ. സോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. കുറച്ച് വാല്യൂസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടിയ കുറച്ച് മാസസുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് പ്രകാരം മീൻ വാല്യൂ കാണാൻ, അതുപോലെ അബ്സല്യൂട്ട് എറർ, എല്ലാ മെഷർമെൻറ്റിലും അബ്സല്യൂട്ട് എറർ കാണാൻ, മീൻ അബ്സല്യൂട്ട് എറർ കാണാൻ, റിലേറ്റീവ് എറർ കാണാൻ, പെർസെൻറ്റേജ് എറർ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് മീൻ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുക. മാസ് ആയതുകൊണ്ടാണ് M1, M2, M3 എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മാസും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എത്രയാണ്? 5. സോ 2.52 പ്ലസ് 2.53 പ്ലസ് 2.51 പ്ലസ് 2.49 പ്ലസ് 2.54 ഡിവൈഡഡ് ബൈ 5. അപ്പം നിങ്ങൾക്ക് 2.518 എന്ന് കിട്ടും. പക്ഷേ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഒക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആയതുകൊണ്ട്, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആയതുകൊണ്ട് നമ്മുടെ ആൻസറും അങ്ങനെ ആക്കണം. അപ്പോൾ 2.518 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്തിട്ട് 2.52 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് മാറ്റും. ഓക്കെ, ദെൻ അടുത്ത് എന്താ ചോദിച്ചത്? അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെൻറ്റ്. ഓരോ മെഷർമെൻറ്റിലുള്ള അബ്സല്യൂട്ട് എറർ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ അറിയാം. അബ്സല്യൂട്ട് എറർ കാണാൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്ത് കണ്ടാൽ മതി? നമ്മളിപ്പോൾ മീൻ കണ്ടെത്തി. മീൻ നമ്മൾ M ബാർ എന്നാണ് വിളിച്ചത്. എന്ത് ചെയ്താൽ മതി? ഓരോ മെഷർമെൻറ്റും മൈനസ് ചെയ്താൽ മതി. അതായത് നമ്മുടെ അബ്സല്യൂട്ട് എറർ ഇൻ ഫസ്റ്റ് മെഷർമെൻറ്റ്, അബ്സല്യൂട്ട് എറർ ഇൻ M1 കാണാൻ, അതായത് ഡെൽറ്റ M1 കാണാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് M ബാർ മൈനസ് M1 എന്ന് ചെയ്താൽ മതി. ആ ബാർ ഇട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നെഗറ്റീവ് വരില്ല. സോറി, ബാർ അല്ല, മോഡുലസ് ഇട്ടത്, മോഡ് ഇട്ടത് എന്തിനാണ്? നെഗറ്റീവ് വരില്ല ഈ അബ്സല്യൂട്ട് എറർ കാണുന്ന സമയത്ത്. സോ അതുപോലെ തന്നെ ഡെൽറ്റ M2 കാണുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? മോഡ് ഇടുക, എന്നിട്ട് M ബാർ മൈനസ് M2 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ
ഡെൽറ്റ M3 കാണാൻ മോഡ് M⁻-M3 അങ്ങനെ ഓരോന്നും ചെയ്യുക. സോ ഒരിക്കലും നെഗറ്റീവ് അല്ല. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസർ കിട്ടും. ഡെൽറ്റ M1 0 കിട്ടും, ഡെൽറ്റ M2 0.01 കിട്ടും, ഡെൽറ്റ M3 0.01 തന്നെ കിട്ടും, ഡെൽറ്റ M4 0.03, ഡെൽറ്റ M5 0.02 എന്ന് കിട്ടും. അങ്ങനെ എല്ലാ മെഷർമെൻറ്റിലുള്ള അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടെത്തി. ദെൻ സി മീൻ അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എററുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മീൻ അബ്സല്യൂട്ട് എററുകളാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എല്ലാ അബ്സല്യൂട്ട് എററുകളും ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇസ് 5. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കിട്ടും 0.0140. ചിലപ്പോൾ ചെയ്യുമ്പോൾ 0.014 എന്നായിരിക്കും കിട്ടുക. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് 0.014 കഴിഞ്ഞിട്ടൊരു 0 ആഡ് ചെയ്തത്. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മീൻ അബ്സല്യൂട്ട് എററും കിട്ടി. ഇനി അടുത്തത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ M⁻ഡിവൈഡ് ബൈ M⁻. അതായത് മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. അപ്പോൾ നമ്മൾക്ക് ചെയ്യുമ്പോൾ 0.0140 ഡിവൈഡ് ബൈ 2.52 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.00555 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, കാൽക്കുലേറ്ററിലൊക്കെ അടിച്ചു നോക്കുക, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, റെഡി. ദെൻ ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യൻ ഇ. അതിലെ ഈ പാർട്ട് എന്തായിരുന്നു? പെർസെൻറ്റേജ് എറർ ആണ്. നമുക്കറിയാം പെർസെൻറ്റേജ് എറർ കാണാൻ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഡെൽറ്റ M⁻ ഡിവൈഡ് ബൈ M⁻ ഇൻറ്റു 100, അതായത് 0.00555 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.555% എന്ന് കിട്ടും. സോ നമ്മളപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യനിലെ 5 പാർട്ടുകൾ ABCDE ചെയ്തു. ഓക്കെ, ഇതിന് 4 മാർക്കാണുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ഇൻ എ ബാങ്ക്ഡ് റോഡ്. ആൾസോ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഒപ്റ്റിമം സ്പീഡ്. ബാങ്ക്ഡ് റോഡ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരണം, നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗത്ത് പഠിച്ചിരുന്ന കുറച്ച് വലിയ ഡെറിവേഷനൊക്കെ നമ്മൾ എഴുതി പഠിച്ചിരുന്നു. ബാങ്ക്ഡ് റോഡിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരുന്നു. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോട്ടിലുണ്ട്. നിങ്ങളത് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫിനിക്സ് ലേണിംഗ് ആപ്പിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അത് ക്ലിയർ ആക്കണം. ഓക്കെ, ഇനി ഇപ്പോഴും ഫിനിക്സ് ലേണിംഗ് ആപ്പ് ഇല്ലാത്തവരുണ്ടെങ്കിൽ വേഗം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണണം. എന്നിട്ട് ഇതിന് വേണ്ടപ്പെട്ടവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് ഓഫ് ദ റോഡ്. സോ അതിൻ്റെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കണം. ആദ്യം നമ്മളൊരു ഒരു ലെവൽ കർവ്ഡ് റോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാങ്ക്ഡ് റോഡ് പഠിച്ചത്. ഒരു ബാങ്ക്ഡ് റോഡിലൂടെ, ഒരു ഭാഗം ഉയർന്നു കിടക്കുന്ന, റൈസ് ചെയ്ത് കിടക്കുന്ന റോഡിലൂടെ ഒരു കാറ് പോകുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഫോഴ്സുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. നോർമൽ റിയാക്ഷൻസ്, അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഡെറിവേഷൻ ചെയ്തത്. അവസാനം നമുക്ക് കിട്ടും √(rg × μs + tan θ ഡിവൈഡ് ബൈ 1 - μs tan θ എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ എന്താ ചോദിച്ചത്? മാക്സിമം പെർമിസിബിൾ സ്പീഡിലെ ഇക്വേഷൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഒപ്റ്റിമം സ്പീഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിമം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മാക്സിമം പെർമിസിബിൾ സ്പീഡിൽ നിന്ന് μsകൾ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് √(rg tan θ എന്ന് കിട്ടും. അതായത് ഫ്രിക്ഷൻ ഇല്ലാത്ത കർവ്ഡ് ബാങ്ക്ഡ് റോഡ്, അതിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ്, അതാണ് ഒപ്റ്റിമം സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ √(rg tan θ. ഈ ഡെറിവേഷനും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനൊക്കെ സാധാരണ എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, റെഡി. ദെൻ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. 18ലെ ക്വസ്റ്റ്യന് റൈറ്റ് ദ റീസൺസ് ഫോർ ദ ഫോളോയിങ്. താഴത്ത് 4 പാർട്ടുകൾ തന്നിട്ടുണ്ട്, 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, റീസൺ എഴുതാനാണ്. ഓരോ പാർട്ടിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 4 മാർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യെറ്റ് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അതായത് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, പോയിന്റാണ്. ആക്ഷനും റിയാക്ഷനും സൈമൾട്ടേനിയസ് ആയി ആക്ട് ചെയ്യും, ബട്ട് ദേ ഒരിക്കലും അത് ക്യാൻസലായി പോകില്ല. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും അത് ക്യാൻസലായി പോകില്ല. കാരണം ആക്ഷൻ ആക്ട് ചെയ്യുന്ന വേറെ ബോഡിയിലും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് വേറെ ബോഡിയിലും. ഞാൻ ഈ ഫ്ലോറിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഫ്ലോറിലേക്കും തിരിച്ച് ഫ്ലോർ തരുന്ന റിയാക്ഷൻ എനിക്കുമാണ്. സോ അതുകൊണ്ട് തന്നെ ആക്ഷൻ റിയാക്ഷൻ വേറെ വേറെ ബോഡിയിലായതുകൊണ്ട് അതൊരിക്കലും ക്യാൻസലായി പോയില്ല. ദെൻ അടുത്ത് എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിംഗ് ദ ക്യാച്ച്.
അതായത് ഒരു ക്രിക്കറ്റ് ഫീൽഡർ, ഇപ്പോൾ IPL ഒക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ഫീൽഡേഴ്സ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബോൾ വരുന്നതിന് മുന്നേ അങ്ങോട്ട് ചെന്ന് പിടിക്കൂല, ബോൾ വരുമ്പോൾ ഇങ്ങനെ ലോവർ ചെയ്തിട്ടാണ് പിടിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് നമുക്ക് 2 വേസിൽ പറയാം. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dt. അതിൽ നിന്ന് വ്യക്തം F എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു dt. ഫോഴ്സ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടൈം കൂടുന്ന സമയത്ത് ഫോഴ്സ് കുറയും. ഒരു ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ബോൾ പിടിച്ചിങ്ങനെ നമ്മളിങ്ങനെ ലോവർ ചെയ്ത് കൊണ്ടുവന്നാൽ ടൈം ഇങ്ങനെ കൂടും. ആ ക്യാച്ചിങ് പ്രോസസ്സ് നടക്കാനുള്ള ടൈം ഇങ്ങനെ കൂടും. ടൈം ഇങ്ങനെ കൂടുമ്പോൾ ഫോഴ്സ് ഇങ്ങനെ കുറയും. അപ്പോൾ ഫോഴ്സ് കുറഞ്ഞുകൊണ്ട് നമുക്ക് ബോൾ ക്യാച്ച് ചെയ്യാം. സോ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. സോ അതിൻ്റെ റീസൺ എന്താണ്, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ dp/dt, ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അല്ലെങ്കിൽ ഇമ്പൾസ് വെച്ച് നമുക്ക് പറയാം. ദെൻ C, passengers thrown forward when a speeding bus stops suddenly. അതായത് ഒരു ബസ് ഉണ്ട്, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഒരു ബസ് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും അല്ലേ, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇനേർഷ്യ. ഏത് ഇനേർഷ്യയാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ മോഷനിലായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലും വണ്ടി സ്റ്റോപ്പ് ചെയ്താലും നമ്മുടെ ബോഡിയുടെ ടെൻഡൻസി ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. സോ ദിസ് ഇനേർഷ്യ ഇസ് ദ ഇനേർഷ്യ ഓഫ് മോഷൻ. സോ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയണം. ഓക്കെ, റെഡി. ദെൻ D, ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് ടു റൊട്ടേറ്റ് എ സ്റ്റോൺ ബൈ ടൈയിങ് ഇറ്റ് ടു എ ലോങ്ങർ സ്ട്രിങ് ദാൻ എ ഷോർട്ടർ സ്ട്രിങ്. അതായത് ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു കെയർ ഉണ്ട്, അതിൻ്റെ എൻഡിൽ ഒരു കല്ല് കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ 2 സ്ട്രിങ് ഉണ്ട്, ഒന്ന് ചെറിയ കയറും ഒന്ന് വലിയ കയറും. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുകയാണ് നമ്മൾ, അതിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു കല്ല് കെട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. സോ വലിയ കയറുണ്ട് ചെറിയ കയറുണ്ട്. ഏത് റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും നമുക്ക് മോർ ഡിഫിക്കൾട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ചെറുത് റൊട്ടേറ്റ് ചെയ്യാനാണോ ഡിഫിക്കൽട്ട്, അതോ വലുത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണോ ഡിഫിക്കൽട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം എവിടെ സർക്കുലർ മോഷൻ ഉണ്ടോ അവിടെയൊക്കെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാകും. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് Fc = mv²/r. അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടുന്തോറും നമ്മുടെ ഈ സർക്കുലർ മോഷൻ ഈസി ആകും. സോ Fc = mv²/r ആകുമ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. റേഡിയസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും, റേഡിയസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. സോ ശ്രദ്ധിക്കുക, ഒരു ചെറിയ കെയർ എടുത്ത് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് എന്താണ്, റേഡിയസ് കുറവാണ്. വലിയ കെയറിന്, വലിയ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയസ് ചെറുതായതുകൊണ്ട് തന്നെ ഫോഴ്സ് കൂടും, സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടും. സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതായിരുന്നു മോർ ഡിഫിക്കൾട്ട് എന്നാണ് ചോദിച്ചത്. സോ വലിയ സ്ട്രിങ് അതായിരിക്കും മോർ ഡിഫിക്കൾട്ട്. അതിന് കാരണമാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി, mv²/r, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്ന് എഴുതി വെച്ചാൽ മതി. അങ്ങനെ 18th ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 1 മുതൽ 1 2 3 4 അങ്ങനെ പോന്നിട്ട് 18th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. അതായത് നമ്മളിപ്പോൾ മെഗാ ടെസ്റ്റ് +1 ഫിസിക്സിലെ ഏതാണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതായത് +1 ഫിസിക്സിലെ മെഗാ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അധികം ഡിഫിക്കൽട്ടി ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സാധാരണ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ മെഗാ ടെസ്റ്റിന് നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെ ആവട്ടെ. ഒരു പക്ഷേ ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് അടുത്ത മെഗാ ടെസ്റ്റിൽ റെഡിയാക്കാം. ഓക്കെ അല്ലേ? എത്ര പഠിച്ചാലും ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡി ആവില്ല. റെഡി ആയിട്ടില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ അടുത്തേൽ നമ്മൾ റെഡിയാക്കാൻ നോക്കണം. ഓക്കെ, സോ അതുകൊണ്ട് അടുത്ത വരുന്ന മെഗാ ടെസ്റ്റും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസോട് കൂടി എടുക്കണം. എന്നിട്ട് നല്ലപോലെ പഠിക്കണം. ഇത്തരം മെഗാ ടെസ്റ്റ് എക്സാമുകളൊക്കെ ഫിനിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നടത്തി വരുന്ന ഇത്തരം എക്സാമുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൻ എക്സാമുകളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ മെഗാ ടെസ്റ്റിന് നോക്കിക്കാണുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, സോ ഇനി സ്കൂളൊക്കെ തുറന്നിട്ടും ഇവിടെ നിന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും.
സോ എല്ലാവരും നല്ലപോലെ പഠിക്കുക, എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.